ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം രാത്രി കഴിക്കാൻ പോയതാണ്. പക്ഷെ നമ്മുടെ പ്ലാൻ വേറൊരു കടയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ഒടുക്കത്തെ ആളെന്ന് വെച്ചാൽ ഒടുക്കത്തെ ആള്. അങ്ങനെ നമുക്ക് അവിടെ പോകാൻ പറ്റാത്തതിന്റെ വിഷമം എല്ലാവരുടെ മുഖത്തുണ്ട്. പിന്നെ വിശപ്പും ഉണ്ട്. നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടുന്ന ഫുഡ് വേണ്ടെന്നും പറഞ്ഞു പോയി. അപ്പൊ എല്ലാവരും പെട്ടുപോയി. പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചു, ഓക്കെ ഈ കടയിൽ വരാമെന്ന്. അങ്ങനെ ആ കടയിലൊക്കെ വന്നിരുന്ന് വെയിറ്റിംഗിലാണ്. ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, എന്താ അവൻ കനം കുറയ്ക്കുകയാണെന്ന്. കനം കുറയ്ക്കാനെന്ന്. ഈ ശരത്തിന് അവ എവിടെ കനം കുറയ്ക്കാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും നമ്മളത് കേട്ടോണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഫുഡ് വന്നു. ഞാൻ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമേ ഉള്ളൂ. അത് എന്താണ്, അൽഫാമായിരിക്കും. കാരണം എനിക്ക് ഇവിടുത്തെ ഫുഡില് അൽഫാമാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതേ ഓർഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ ചിലരുടെ ഇതിൻ്റെ അകത്ത് മുളക് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുളക് അഡിക്റ്റ് ആണ്. അപ്പൊ അവൻ ഉള്ള മുളക് അത്രയും വരുത്തുന്നു. ഓക്കെ എന്നുവെച്ചാൽ എന്റെ പ്ലേറ്റിലോട്ട് ഇട്ട് തന്ന് അതൊക്കെ തിന്നു കഴിച്ചു. അത് കൊള്ളാം. നമുക്ക് ഒരു നേരത്തെ വിശപ്പ് അകറ്റാൻ പറ്റിയ നല്ല ഫുഡാണ് നമുക്ക് കിട്ടിയത്. പിന്നെ എല്ലാം ഫുഡൊക്കെ കഴിച്ച് എന്താ അവര് ഡ്രിങ്ക് ഒക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഡ്രിങ്ക് ഒന്നും ഓർഡർ ചെയ്തില്ല. ഒന്നാമത് ഈ തണുപ്പാണ്. വെറുതെ എന്തിനാ പണി വാങ്ങിച്ച കൂട്ടണേന്ന് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഡ്രിങ്ക് ഒന്നും ഓർഡർ ചെയ്തില്ല. ഓരോരുത്തരും തണുപ്പൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഷോയിലാണ്. അങ്ങനെയാണ് നമ്മൾ നോക്കിയപ്പോൾ ഒരാൾ നല്ല രീതിക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. അതായത് അപ്സരിക്ക ആ ഫോട്ടോ എടുത്തെടുക്കുന്ന പോസ്റ്റ് തന്നെ നോക്ക് നോക്ക്. ഇത് ബസ്സിൽ പിടിച്ച് ഫോട്ടോ എടുക്കുന്ന ആദ്യമായിട്ടാ കാണണം നമുക്ക്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ പേ ചെയ്തിട്ടൊക്കെ വരി, ഞാൻ എന്തായാലും വിളിക്കണം. അപ്പൊ അവര് പറഞ്ഞു അവിടെ നിൽക്ക് പേ ചെയ്തിട്ട് പോയാൽ മതിയെന്ന്. പക്ഷെ എന്താ കുറച്ച് കഴിഞ്ഞപ്പോ അവരെന്നെ പേ ചെയ്തു. എല്ലാം പേ ചെയ്തു. ഞാൻ വെളിയിൽ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.